നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസിന്റെ സ്വാഗതം. ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇതിനെ സ്പെഷ്യൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 4 ഇമ്പോർട്ടന്റ് ടോപ്പിക്സും അതോടൊപ്പം തന്നെ ഈ ടോപ്പിക്സും എന്നുള്ള ഒരു പ്രിലിംസ് ബേസ്ഡ് MCQ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഓരോ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം എന്നുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പോളിസിയാണ്, ഒരു സ്കീമാണ്, ഒരു സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ് കേട്ടോ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഈ പറഞ്ഞ സ്കീമുകൾ ഡിസ്കസ് ചെയ്യുമ്പോഴേക്കും അത് മെയിൻലി രണ്ട് രീതിയിലുണ്ടാവും. സെൻട്രലി സ്പോൺസേഡ് സ്കീം ആകാം, അല്ലെങ്കിൽ സെൻട്രൽ സെക്ടർ സ്കീം ആകാം നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ അതിന്റെ ആംഗിളിൽ ഈ ഒരു വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം സെൻട്രൽ ഗവൺമെന്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു സ്കീമാണ്. അതുകൊണ്ട് തന്നെ സെൻട്രലി സ്പോൺസേഡ് സ്കീം എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ് ബേസിക്കലി അത്. ഓക്കെ, ഇനി ഈ ഒരു ടോപ്പിക്ക് ഡിസ്കഷൻ പോകുന്ന ഇന്റേണൽ സെക്യൂരിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും. ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ ആംഗിളുള്ള ഇന്റേണൽ സെക്യൂരിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ. അത് കഴിഞ്ഞ് സെക്കൻഡ് ടോപ്പിക് ബേസിക്കലി ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എക്കോളജിയുടെ പോയിന്റ് ഓഫ് വ്യൂ ടോപ്പിക്കാണ്. റാറ്റ് ഹോൾ മൈനിങ്ങിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് ഡിസ്കഷൻ ചെയ്യുന്നത്. റാറ്റ് ഹോൾ മൈനിങ് നിങ്ങൾക്ക് PYQ എക്കോളജി എൻവയോൺമെന്റ് PYQs നോക്കി കഴിയുമ്പോഴേക്കും UPSC ഓൾറെഡി തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് റാറ്റ് ഹോൾ മൈനിങ്. മെയിൻസിനും അതേപോലെ ചോദിച്ചിട്ടുള്ളതാണ്. സോ ഈ ഒരു ടോപ്പിക്കിനകത്ത് എസ്പെഷ്യലി മേഘാലയയിലെ റാറ്റ് ഹോൾ മൈനിങ്ങിനെ തടയാനായിട്ട് ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഇപ്പോഴും സ്റ്റിൽ റാറ്റ് ഹോൾ മൈനിങ് മേഘാലയയിൽ കണ്ടിന്യൂ ചെയ്യപ്പെടുന്നു എന്നുള്ള രീതിയിൽ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. സോ അത് നമുക്ക് ഡിസ്കസ് ചെയ്യണം. മൂന്നാമത്തത് ഈ അപ്കമിംഗ് ആയിട്ടുള്ള പ്രിലിംസിന് വളരെയധികം പ്രാധാന്യമായിട്ട് മാറാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അത് നമ്മൾ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എക്കോളജിയുടെ തന്നെ ടോപ്പിക്കാണ്. ദ്യൂച്ച പഞ്ചാമി കോൾ ബ്ലോക്ക്, വെസ്റ്റ് ബംഗാളിലെ ഒരു കോൾ ബ്ലോക്ക് ആണ്. ഇത് അറിയപ്പെടുന്ന ഈ പറഞ്ഞ പോലെ ലോകത്തിലെ തന്നെ വേൾഡിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് കോൾ ബ്ലോക്ക് എന്ന രീതിയിൽ അറിയപ്പെടുന്നതാണ് ഈ ദ്യൂച്ച പഞ്ചാമി കോൾഡ് ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ ആ ഒരു ടോപ്പിക്കുമായിട്ട് ചേർന്നിട്ട് നമുക്ക് ടൈപ്സ് ഓഫ് കോൾസ്, കോളുകൾക്ക് പല ടൈപ്പുകളുണ്ട്. ബേസിക് ഓൺ കാർബൺ കണ്ടന്റിനെ അടിസ്ഥാനമാക്കി അവയ്ക്ക് പല ടൈപ്പുകളുണ്ട്. ആന്ത്രസൈറ്റ് കോൾസ്, അങ്ങനെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. സോ അത്തരത്തിലുള്ള ടൈപ്സ് ഓഫ് കോളൊക്കെ നമുക്ക് ഈ ഒരു ടോപ്പിക്കിനകത്ത് ഡിസ്കഷൻ ചെയ്യണം. നാലാമത്തെ ടോപ്പിക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പോയിന്റ് ഓഫ് വ്യൂ ടോപ്പിക്കാണ്. ഇതൊരു വോമിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. സി എലഗൻസ് എന്നുള്ള ഒരു വോംസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് ഡിസ്കഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ നാല് ടോപ്പിക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രിലിംസ് ബേസ്ഡ് ആയിട്ടുള്ള MCQ ചെയ്ത് നമുക്ക് ഇന്നത്തെ DNA സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്ക് സമയം കളയേണ്ട ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഫസ്റ്റ് ടോപ്പിക് ഗവൺമെന്റ് ടു സ്പെൻഡ് ₹2 crore പെർ കിലോമീറ്റർ ഓൺ റോഡ്സ് എലോങ് ചൈന ബോർഡർ എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. അപ്പം എലോങ് ചൈന ബോർഡർ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഇന്ത്യയും ചൈനയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ബോർഡറിന്റെ കാര്യം കൃത്യമായിട്ട് നമുക്ക് പഠിച്ചിരിക്കണം. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ചൈനയുമായിട്ട് നമുക്ക് ഡയറക്ട്ലി ബോർഡർ ഷെയറിംഗ് വരുന്നുള്ള കാര്യം. സോ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു മാപ്പിനകത്ത് കാണാൻ സാധിക്കും ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ആ ഒരു ബോർഡറിനെ നമ്മൾ വിളിക്കുന്ന പേര്. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും 4 സംസ്ഥാനങ്ങൾ കാണാൻ പറ്റും. അതായത് ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, ഈ ഒരു ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന സിക്കിം ആൻഡ് അരുണാചൽ പ്രദേശും ഉണ്ട്. അപ്പോൾ ഈ 4 സംസ്ഥാനവും പ്ലസ് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഈ ഒരു ഏരിയയിൽ വരുന്നത് ലഡാക്ക് യൂണിയൻ ടെറിട്ടറി ആണ്. അവിടെ നമുക്ക് ബൗണ്ടറി ഷെയറിംഗ് വരുന്നത്. സോ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചൈനയുമായിട്ട് നമുക്ക് നേരിട്ട് അതിർത്തി പങ്കിടുന്നത് 4 സംസ്ഥാനങ്ങളുണ്ട്. ഹിമാചൽ പ്രദേശും ഉത്തരാഖണ്ഡും സിക്കിമും അരുണാചൽ പ്രദേശ് പ്ലസ് 1 യൂണിയൻ ടെറിട്ടറി നോൺ ആസ് ലഡാക്ക്. അപ്പം ഈ ഒരു പോയിന്റ് പ്രിലിംസിന് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇനി ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഡീൽ ചെയ്യുന്നത് അതായത് ഗവൺമെന്റ് ടു സ്പെൻഡ് ₹2 crore പെർ കിലോമീറ്റർ ഓൺ റോഡ്സ് എന്നുള്ള കാര്യം പറയുന്നത്. അതായത് ഗവൺമെന്റ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം എന്നുള്ള സെൻട്രൽ ഗവൺമെന്റ് ഒരു സെൻട്രലി സ്പോൺസേഡ് സ്കീമിന്റെ ഭാഗമായിട്ട് നമ്മൾ ചൈനയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന മീൻസ് ബൗണ്ടറി ഷെയർ ചെയ്ത് കിടക്കുന്ന ഈ സംസ്ഥാനങ്ങളിലെയും യൂണിയൻ ടെറിട്ടറിയിലെയും റോഡുകളുടെ നവീകരണം, റോഡുകളുടെ മാത്രമല്ല അവിടെയുള്ള ഇലക്ട്രിസിറ്റി സപ്ലൈ, അങ്ങനെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഡെവലപ്മെന്റ് ആണ് ഈ വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഗവൺമെന്റ് ലോഞ്ച് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി ഈ സംസ്ഥാനങ്ങളൊക്കെ ഇച്ചിരി ടെൻഷൻ മീൻസ് ഈ പറഞ്ഞ അതിർത്തി തർക്കങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും വാർത്തയിൽ കേൾക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ കൂടുതലും ആർമിയുടെ മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഈ ഭാഗങ്ങളിൽ നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള ഡെവലപ്മെന്റിന് കുറച്ച് പിന്നോക്കം പോയിട്ടുണ്ടായിരുന്നു. സോ അടിസ്ഥാനപരമായിട്ട് ആ മേഖലകൾ ഡെവലപ്ഡ് ആകാത്ത കാരണം ഈ ഒരു സ്ഥലങ്ങളിൽ താമസിക്കുന്ന എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ് ഒക്കെ തന്നെ ചൈനയിലേക്ക് ഔട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന വലിയൊരു പ്രശ്നം നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് അല്ലെങ്കിൽ ജോലി സാധ്യതകളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടിട്ടൊക്കെ ചൈനയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നവരൊക്കെയായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. കാരണം ഇവിടെ നിന്നും ആളുകളെ അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ചൈനയുടെ ഒരു മോഡൽ വില്ലേജ് പ്രോഗ്രാം ഉണ്ട്. അത് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത സ്ലൈഡുകളിൽ നിങ്ങൾക്ക് കാണാം. ആ ഒരു ചൈന എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങൾ ഇത് ചൈനയുടെ സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന ചൈനീസ് പ്രദേശങ്ങളിലെ വില്ലേജസിനെ ചൈന നല്ല രീതിയിൽ ഡെവലപ്മെന്റിന് കാഴ്ചവെക്കും. അപ്പോൾ ആ ഡെവലപ്മെന്റിനോട് എന്താ പറയുക ആകൃഷ്ടരായി അതിൽ ഈ പറഞ്ഞ പോലെ അട്രാക്റ്റഡ് ആയിട്ട് നമ്മുടെ ഈ സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ അങ്ങോട്ടേക്ക് ഔട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന പല പ്രശ്നങ്ങളും നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഇത് വലിയ രീതിയിൽ ഈ പറഞ്ഞ ബോർഡർ ഇഷ്യൂസ്, സെക്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടിട്ടാണ് ഗവൺമെന്റ് ഈ വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം നമുക്ക് എന്താണെന്നുള്ളൊരു പോയിന്റ് പ്രിലിംസിന് വളരെയധികം പ്രാധാന്യമായിട്ട് മാറിയേക്കാം. ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഫിനാൻഷ്യൽ ഇയർ ഫ്രം ദ ഫിനാൻഷ്യൽ ഇയർ 2022-23 ടു 2025-26 എന്നുള്ള ഫിനാൻഷ്യൽ ഇയറിലേക്കാണ്. ഒരു 3 ഇയർ ഫിനാൻഷ്യൽ ടൈം പീരിയഡിലേക്കാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഇപ്പം പറയുവാണെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ടൈം പീരീഡ് നോക്കുവാണെങ്കിൽ സ്റ്റിൽ റണ്ണിംഗ് ആയിട്ടുള്ള ഗവൺമെന്റ് സ്കീം തന്നെയാണ്. സെൻട്രലി സ്പോൺസേർഡ് എന്ന് പറയുമ്പോഴേക്കും ഇപ്പം നിങ്ങൾക്ക് പിടികിട്ടിട്ടുണ്ടാവും. സെൻട്രൽ സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേണ്ട 100% തുകയും സെൻട്രൽ ഗവൺമെന്റ് തന്നെയായിരിക്കും വഹിക്കുന്നത്. എന്നാൽ സെൻട്രലി സ്പോൺസേർഡ് എന്ന് പറയുമ്പോഴേക്കും ഇവിടെ
തുകയുടെ കാര്യത്തിൽ, ഫണ്ടിങ്ങിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷന്റെ കാര്യത്തിൽ സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഒരു ഷെയറിംഗ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ മേഖലയിലുമായിട്ട് ബന്ധപ്പെട്ട് പൈസ സംബന്ധമായുള്ള കാര്യങ്ങളൊക്കെ ഏറെക്കുറെയും സെൻട്രൽ ഗവൺമെന്റ് എടുക്കുന്നു. പക്ഷേ ഇപ്പം റോഡിന്റെ കാര്യത്തിലാണെങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ ഇനീഷ്യൽ വരുന്ന കോസ്റ്റുകളൊക്കെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് എടുക്കുന്നു. പിന്നീട് അതിന്റെ മെയിൻ്റനൻസ്, അതിന്റെ കൃത്യമായിട്ടുള്ള പരിപാലന കാര്യങ്ങളൊക്കെ തന്നെ, അതിന് ഫർദർ ഡെവലപ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആയിരിക്കും തുക കണ്ടെത്തുന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഈ ഒരു സ്കീമിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് 4 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണ്: അരുണാചൽ പ്രദേശ്, സിക്കിം, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, പിന്നെ യൂണിയൻ ടെറിട്ടറിയായ ലഡാക്ക് എന്നുള്ള കാര്യം. ഇവരെയാണ് ഈ പറഞ്ഞ ചൈനയുമായിട്ട് നമുക്ക് നേരിട്ട് അതിർത്തി പങ്കിടുന്നത്. എന്തിനാണ് ഈ പ്രോഗ്രാം കൊണ്ടുവന്നിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രോഗ്രാം വിൽ ഹെൽപ്പ് ഇൻ ഇംപ്രൂവിംഗ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് പീപ്പിൾ ലിവിംഗ് ഇൻ ഐഡന്റിഫൈഡ് ബോർഡർ വില്ലേജസ് ആൻഡ് എൻകറേജ് പീപ്പിൾ ടു സ്റ്റേ ഇൻ ദെയർ നേറ്റീവ് ലൊക്കേഷൻസ്, ദെയർ ബൈ റിവേഴ്സിംഗ് ദ ഔട്ട് മൈഗ്രേഷൻ ഫ്രം ദീസ് വില്ലേജസ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് ഇവിടെ നിന്നും ചൈനയിലേക്ക് ഔട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ ഇവിടെ തന്നെ നിർത്താനായിട്ട്, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം. ഫോക്കസ് ഏരിയസ് ഏതൊക്കെയാണ്? റോഡ് കണക്ടിവിറ്റി. ഇപ്പോൾ വാർത്തയിൽ വന്നിരിക്കുന്ന റോഡിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. എന്നാൽ റോഡ് മാത്രമല്ല ഈ സ്കീമിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. റോഡ് കണക്ടിവിറ്റി ഉണ്ട്, ഡ്രിങ്കിംഗ് വാട്ടർ, ഇലക്ട്രിസിറ്റി ഇൻക്ലൂഡിംഗ് സോളാർ ആൻഡ് വിൻഡ് എനർജി ടാപ്പിംഗ്, മൊബൈൽ ആൻഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി, ഹെൽത്ത് കെയർ, ഇൻഫ്രാസ്ട്രക്ചർ, വെൽനസ് സെന്റേഴ്സ്, ഇതെല്ലാം ഈ ഒരു സ്കീമിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ദെൻ ഈ ഒരു സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് ഈവൻ ദോ ഇതിന്റെ ഫണ്ടിങ് കാര്യങ്ങളൊക്കെ സെൻട്രൽ ഗവൺമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇതിനകത്ത് ഓരോ വില്ലേജസ് എടുക്കുമ്പോഴേക്കും, ചില വില്ലേജിൽ എടുക്കുമ്പോഴേക്കും അവിടെ റോഡ് കണക്ടിവിറ്റി ആയിരിക്കും പ്രധാനമായിട്ട് അവർക്ക് വേണ്ടത്. എന്നാൽ ചില വില്ലേജിൽ എടുക്കുമ്പോൾ അവിടെ റോഡ് കണക്ടിവിറ്റി ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷേ അവർക്ക് ഡ്രിങ്കിംഗ് വാട്ടറിന്റെ കാര്യമായിരിക്കും വേണ്ടത്. അപ്പോൾ ഓരോ വില്ലേജിൽ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് കൂടുതലും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കാനായിട്ട് ഈ സ്കീം കൃത്യമായിട്ടും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെയും ഗ്രാമപഞ്ചായത്തുകളുടെയും ഒരു കോർഡിനേഷനിലൂടെ ആയിരിക്കും ഇത് കടന്നു പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലേക്ക് വെച്ചേക്കുക. പിന്നെ ഓൾറെഡി തന്നെ നമുക്ക് ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ബോർഡർ വില്ലേജസിന്റെ ഡെവലപ്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ബോർഡർ ഏരിയ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ഈ ഒരു വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം അവതരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ബോർഡർ ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം സ്റ്റോപ്പ് ആക്കിയിട്ടില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക, അല്ലെങ്കിൽ ഓവർലാപ്പ് ആയിട്ടില്ല എന്നുള്ള കാര്യവും ഓർത്തിരിക്കണം. അതൊക്കെ പ്രിലിംസിന് ചോദിക്കാം. ഇതിൽ ഓവർലാപ്പ് ബോർഡർ ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റായിട്ട് വേണമെങ്കിൽ പ്രിലിംസിന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. അങ്ങനെയൊന്നുമില്ല. ബോർഡർ ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഉണ്ട്. ഇതൊരു വേറെ ഒരു സ്കീമായിട്ടാണ് ഈ ഒരു വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഈ വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രിലിംസിനൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇനി ഞാനിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ചൈനയുടെ ആ ഒരു വില്ലേജ് ഡെവലപ്മെന്റ് പ്രോഗ്രാമാണ് നമ്മുടെ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ചൈനയുടെ ആ ഒരു വില്ലേജ് ഏരിയാസിലൊക്കെ തന്നെ അവർ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ പ്രോഗ്രാമാണ് സിയോക്യാങ് എന്ന് പറയുന്നത്. ഓക്കെ, സിയോക്യാങ്. അപ്പോൾ ഇത് സിയോക്യാങ് റീസെന്റ് സീൻ ന്യൂസ് റിലേറ്റഡ് ടു എന്ന് വേണമെങ്കിൽ പ്രിലിംസിന് ചോദിക്കാവുന്ന പോയിന്റ് ആണ്. ഇത് വെൽ ഓഫ് വില്ലേജസ് എന്നുള്ള രീതിയിലാണ് ചൈന ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. വെൽ ഓഫ് വില്ലേജസ്, ബോർഡർ ഡിഫൻസ് വില്ലേജസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചൈന ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ആസ് പാർട്ട് ഓഫ് ചൈന സ്ട്രാറ്റജിക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ് അലോങ് ഇറ്റ്സ് ബോർഡേഴ്സ്, പർട്ടിക്കുലർ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ വിത്ത് ഇന്ത്യ. അപ്പോൾ ബോർഡർ ഏരിയാസിലെ വില്ലേജ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ചൈനയുടെ പ്രോഗ്രാമാണ് വെൽ ഓഫ് വില്ലേജസ് അഥവാ സിയോകാങ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തി ചൈന ഡെവലപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ തടയാനായിട്ടാണ് ഇന്ത്യ ആ ഒരു വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം ലോഞ്ച് ചെയ്ത് നമ്മൾ റിവേഴ്സ് മൈഗ്രേഷൻ കുറയ്ക്കാനായിട്ടൊക്കെയാണെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലേക്ക് വെച്ച് കേട്ടോ. അപ്പോൾ ഇത്രയും പോയിന്റാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നമുക്ക് എക്സാമിന് വ്യൂ പോയിന്റിൽ പഠിക്കാനായിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ഇത് നമ്മൾ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എക്കോളജി ആൻഡ് എൻവയോൺമെന്റ് പോയിന്റ് ഓഫ് വ്യൂ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് പാനൽ ഫ്ലാഗ്സ് പുവർ പ്രോഗ്രസ് ഇൻ റിവേഴ്സിംഗ് കോൾ മൈനിങ് ഡാമേജ് ഇൻ മേഘാലയ. അപ്പോൾ മേഘാലയയിലെ കോൾ മൈനിങ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ സാധിക്കും. ഇതുപോലെയാണ് സാധാരണഗതിയിൽ കോൾ മൈനിങ് അല്ലെങ്കിൽ കോൾ പാടങ്ങളുടെ ഒക്കെ പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് ലൈക്ക് നമ്മുടെ ക്വാറീസ് പോലെ തന്നെ അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, എക്സ്ട്രാക്ട് ചെയ്താണ് പലപ്പോഴും കോൾ നമ്മൾ എടുക്കുന്നത് കോൾ മൈനുകളിൽ നിന്ന്. പക്ഷേ ഇത്തരത്തിൽ മേഘാലയയിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രത്യേക കാര്യമാണ് ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. സ്മോൾ ഹോൾ, ഒരു വലിയ ഹില്ലായിരിക്കാം, അതിന്റെ താഴ്വാരത്ത് ചെറിയ ചെറിയ ദ്വാരങ്ങൾ, ചെറിയ ഹോൾസിലൂടെ ആളുകൾ കടന്നു ചെന്ന് ഈ പറഞ്ഞ പോലെ ആ ഒരു എന്താ പറയാ ഒരു മൗണ്ടൈനിയസ് ഏരിയാസിൽ നിന്നും അതിന്റെ ഉള്ളിൽ നിന്നും കോൾ എക്സ്ട്രാക്ട് ചെയ്ത് പുറത്തേക്ക് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ അവിടെ രൂപപ്പെടുന്ന അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ചെറിയ ഹോൾസിന് പറയുന്ന പേരാണ് റാറ്റ് ഹോൾസ്. എന്തുകൊണ്ടാണ് ആ പേര് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് പലപ്പോഴും റാറ്റ്സ്, ഈ പറഞ്ഞ പോലെ നമ്മുടെ റാറ്റുകൾ, ഈ പറഞ്ഞ പോലെ എലികൾ ഉണ്ടാക്കുന്ന ഈ പറഞ്ഞ പോലെ തുളകൾ, ആ ഒരു ദ്വാരങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. സ്മോൾ ആ ഒരു ഏരിയ ആണ്, ആ ഒരു എന്താ പറയുക, കൃത്യമായിട്ടും ഒരാൾക്ക് മാത്രം കടന്നു പോകാൻ പാകത്തിൽ ഉണ്ടാവുള്ള ആ ഹോൾ. ഇതും അതുപോലെ തന്നെയാണ്. ഇവിടെയും നമ്മൾ ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ മൗണ്ടൈനിയസ് ഏരിയ ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഡ്രില്ല് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. ഡ്രില്ല് എന്ന് പറയുമ്പോഴേക്കും മെഷീനറീസ് ഒന്നും ഉപയോഗിച്ചിട്ടല്ല, പലപ്പോഴും ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ഹാൻഡ് ആക്സസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ഒരാൾക്ക് മാത്രം കടന്നു പോകാൻ പാകത്തിലുള്ള ഒരു ഹോളായിരിക്കും ബേസിക്കലി ഇത്. ഒരാൾക്കെന്ന് പറയുമ്പോഴേക്കും വലിയ ലാവിഷായിട്ടൊന്നും പോകാനായിട്ട് പറ്റത്തില്ല. പലപ്പോഴും എന്താ പറയുക, ഇടുങ്ങിയ പാതയിലൂടെയാണ്, കറക്റ്റ് ഒരാൾക്ക് തന്നെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹോളുകളാണ് പലപ്പോഴും ഉള്ളത്. അതിന്റെ അടുത്ത സ്ലൈഡുകൾ അതിന്റെ പിക്ചർ ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും ഈ മേഖലയിൽ എന്തുകൊണ്ടാണ് നമ്മുടെ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഈ റാറ്റ് ഹോൾ മൈനിങ്
ബാൻ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം പറഞ്ഞ പോലെ ഒരാൾക്ക് മാത്രം കടക്കാനുള്ള ചെറിയ ദ്വാരങ്ങളാണ് ഇതിലുള്ളത്. വലിയ ദ്വാരങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഈ മൗണ്ടൈനസ് ഏരിയാസ് ആണ്, എസ്പെഷ്യലി ഹിമാലയൻ പ്രദേശങ്ങളൊക്കെയാണ് പലപ്പോഴും ചെറിയ ചെറിയ എർത്ത് പ്രോണാണ്, അത് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഹോൾസ് എന്ന് പറയുമ്പോൾ അത്രത്തോളം ചെറുതായിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ കൂടുതലായിട്ടും നമ്മുടെ ചൈൽഡ് ലേബർ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. കാരണം കുട്ടികളെ ഇത്തരത്തിലുള്ള റാറ്റ് ഹോൾ മൈനിങ്സിൽ വർക്ക് ചെയ്യിപ്പിക്കുന്നതായി ബന്ധപ്പെട്ട കേസുകളൊക്കെ റിപ്പോർട്ടഡ് ആയിരുന്നു. ഈവൻ 2018 ഓൾമോസ്റ്റ് മേഘാലയയിൽ ഏകദേശം 15 ഇത്തരത്തിലുള്ള ഒരു റാറ്റ് ഹോൾ മൈനിങ് നടന്ന ഒരു ഹില്ലി ഏരിയയിൽ 15ഓളം ആൾക്കാർ ട്രാപ്ഡ് ആയി പോയിട്ടുണ്ടായിരുന്നു. അന്നാണ് ഇതിന്റെ പ്രശ്നങ്ങൾക്ക് ഇത്രത്തോളം പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ ഇമ്പാക്റ്റുകൾ ഇത്രത്തോളമാണ് എന്നൊക്കെ മനസ്സിലാക്കി ഗവൺമെന്റ് ഇതിനെ ബാൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. ബട്ട് സ്റ്റിൽ ഇപ്പോൾ നിങ്ങൾ വാർത്തയുടെ ഹെഡ്ലൈൻ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം, പാനൽ ഫ്ലാഗ്സ് പുവർ പ്രോഗ്രസ് ഇൻ റിവേഴ്സിംഗ് കോൾ മൈനിങ് ഡാമേജ് ഇൻ മേഘാലയ. മേഘാലയയിൽ സ്റ്റിൽ ഇത് പ്രിവലന്റ് ആണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും നേരത്തെ ഈ പറഞ്ഞ പോലെ 2022 മേഘാലയ ഹൈക്കോടതി ഈ പറഞ്ഞ പോലെ ജസ്റ്റിസ് കക്കത്തെ എന്നുള്ള ഒരു റിട്ടയർഡ് ജഡ്ജാണ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു 1 മാൻ കമ്മിറ്റിയാണ്, അദ്ദേഹം മാത്രം കമ്മിറ്റി, ഒരു 1 മാൻ കമ്മിറ്റി എങ്ങനെ ഈ പറഞ്ഞ പോലെ ഈ മേഖലയിലെ റാറ്റ് ഹോൾ മൈനിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ലിമിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ നിലവിൽ നോക്കുവാണെങ്കിൽ റാറ്റ് ഹോൾ മൈനിങ് കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ തടയാനായിട്ട് പറ്റിയിട്ടില്ല, സ്റ്റിൽ പ്രിവലന്റ് ആയിട്ട് അവിടെ നടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. സോ എനിവേ നമുക്ക് എക്സാമിന് വ്യൂ പോയിന്റിൽ എന്താണ് ഈ റാറ്റ് ഹോൾ മൈനിങ് എന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. എന്തുകൊണ്ടാണ് മേഘാലയയിൽ ഈ റാറ്റ് ഹോൾ മൈനിങ് പ്രിവലന്റ് ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ള കാര്യം മീൻസിനും മനസ്സിലാക്കി വെക്കാം. സോ എന്താണ് റാറ്റ് ഹോൾ മൈനിങ്? ഇപ്പം നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇപ്പം പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ബേസിക്കലി ഈ പറഞ്ഞ പോലെ ഡിഗിങ് നാരോ ഹൊറിസോണ്ടൽ ടണൽസ് ആണ്, ലാർജ് ഇനഫ് ഫോർ എ സിംഗിൾ പേഴ്സൺ ടു സ്ക്യൂസ് ത്രൂ. അതാണ് ഒരു ലാവിഷായിട്ട് നീങ്ങാൻ പറ്റത്തില്ല, സ്ക്യൂസ് ഞെങ്ങി ഇറങ്ങിയാണ് പലപ്പോഴും ആ ഹോൾസിലൂടെ കോൾ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് പണിക്കാർ പോകുന്നതും തിരിച്ച് അതുവഴി ഇറങ്ങി വരുന്നു. സോ റാറ്റ് ഹോൾസ് എന്ന് ഈ ടണലിന് പേര് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ക്യാൻ എക്സ്റ്റെൻഡ് ടെൻസ് ഓഫ് മീറ്റർ അണ്ടർഗ്രൗണ്ട്. പലപ്പോഴും ഇത് പറഞ്ഞ പോലെ മീറ്റർ കണക്കിന് നീളം ഈ പറഞ്ഞ പോലെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇത് പോകാനായിട്ടുള്ള ഇടയുണ്ട്. ദെൻ മൈനേഴ്സ് ഡിസെൻഡ് പ്രിക്യൂരിയസ് യൂസിങ് റോപ്പ്, കയറുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ബാംബു ലാഡേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ്, പിക്ക് ആക്സസ് ഷോവൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. അല്ലാണ്ട് ഒരു മെഷീനറീസോ കാര്യങ്ങളൊന്നും അല്ല. അതുകൊണ്ട് സയന്റിഫിക് ഒന്നും അല്ല ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എപ്പം വേണമെങ്കിലും ഇങ്ങനെയുള്ള മൈനുകൾ ഇടിഞ്ഞു വീഴാനായിട്ടുള്ള സാധ്യത. അങ്ങനെയാണ് പണിക്കാർ ഇതിനകത്ത് ട്രാപ്ഡ് ആയിട്ട് പലപ്പോഴും പോകുന്നത്. പിന്നെ ഇത് വളരെ നാരോ ആയിട്ടുള്ള ഹോൾസ് ആണ്. ഇത് ഡിഗ് ഔട്ട് ചെയ്ത് ഇവർ മീറ്റർ കണക്കിന് ദൂരം അകത്തേക്ക് പോകും. അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോയിസണസ് ആയിട്ടുള്ള ഗ്യാസ് ഈ പറഞ്ഞ പോലെ ശ്വസിച്ചിട്ട് ഇൻഹേൽ ചെയ്തിട്ട് ആളുകൾ പലപ്പോഴും അതിനകത്ത് ബോധരഹിതമായിട്ട് പോയി അതിനകത്ത് ട്രാപ്ഡ് ആയിട്ട് പോകുന്ന സിറ്റുവേഷൻസ് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. സോ എനിവേ ഇപ്പൊ നിലവിൽ പറയുവാണെങ്കിൽ ഈ റാറ്റ് ഹോൾ മൈനിങ് ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ഹൈലി ഹസാഡസ് മെത്തേഡ് ഓഫ് എക്സ്ട്രാക്ടിങ് കോൾ പ്രിവലന്റ് ഇൻ സർട്ടൻ പോക്കറ്റ്സ് ഓഫ് ഇന്ത്യ, പർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് മേഘാലയ. മേഘാലയയിലെ പർട്ടിക്കുലർ കണ്ടുവരുന്ന ഒരു കോൾ എക്സ്ട്രാക്ടിങ് മെത്തേഡാണ് റാറ്റ് ഹോൾ മൈനിങ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, സോ എനിവേ എന്താണ് ഈ റാറ്റ് ഹോൾ മൈനിങ് ഇത്രത്തോളം പ്രിവലന്റ് ആയിട്ട് മേഘാലയയിൽ നടക്കാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോവർട്ടിയാണ്. എസ്പെഷ്യലി ചൈൽഡ് ലേബർ ആണെങ്കിൽ കൂടുതൽ ഇതിനകത്ത് വരാനുള്ള കാരണം പോവർട്ടി തന്നെയാണ്. കാരണം കുടുംബം മുന്നോട്ട് പോകാനായിട്ട് പലപ്പോഴും കുട്ടികളും ഈ പറഞ്ഞ പോലെ ഇതിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ട്, ഒരു സങ്കട കാര്യമായിട്ട് പറയേണ്ടത്. സോ എനിവേ ലോക്കൽ ട്രൈബൽ പോപ്പുലേഷൻസ് വിത്ത് ലിമിറ്റഡ് ലൈവ്ലിഹുഡ് ഓപ്ഷൻസ് ആണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ പല ആളുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്, ഈ ഒരു റാറ്റ് ഹോൾ മൈനിങ്സിലേക്ക് വരാൻ നിർബന്ധിതരാകുകയാണ് പലപ്പോഴും ചെയ്യപ്പെടാറുള്ളത്. ഈവൻ അവരുടെ ജീവനെ പോലും അവർക്കറിയാം അത് ഈ പറഞ്ഞ പോലെ ഹസാഡസ് ആണെന്ന് അറിഞ്ഞെങ്കിൽ കൂടിയും വേറൊരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് അവർ ഈ ഒരു റാറ്റ് ഹോൾ മൈനിങ്സിലേക്ക് വരികയാണ്. സോ രണ്ടാമത്തെ ലാൻഡ് ഓണർഷിപ്പ് ആണ്. അതായത് ഇതിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഭൂമിയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോലെ ആംബിഗ്യസ് ലാൻഡ് ടൈറ്റിൽസ് പോസ്റ്റ് ചാലഞ്ചസ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് റെഗുലേറ്റഡ് മൈൻസ്. അവിടെ മൈനിങ് കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ലാൻഡ് ടൈറ്റിൽസ് അല്ലെങ്കിൽ ലാൻഡ് ഓണർഷിപ്പിന്റെ കാര്യത്തിൽ ആംബിഗ്യസ് നിൽക്കുന്ന കാരണം അതും സാധിക്കുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ കോൾ ഡിമാൻഡ്, ഇന്ത്യ പ്രധാനമായിട്ട് ഈ പറഞ്ഞ പോലെ ആശ്രയിക്കുന്ന എനർജി പ്രൊഡക്ഷൻ വേണ്ടി ആശ്രയിക്കുന്ന കോളാണ്. കോൾ ബേസ്ഡ് ആയിട്ടുള്ള എനർജി പ്ലാന്റുകൾ ഒരുപാട് നമ്മുടെ രാജ്യത്തുണ്ട്. സോ ആ കോളിന് കൃത്യമായിട്ടുള്ള ഹൈ ഡിമാൻഡ് ഇന്ത്യയിൽ ഉള്ളതും ഇത്തരത്തിലുള്ള മൈനുകൾ പ്രവർത്തിക്കാനായിട്ട് കാരണമാകുന്നു എന്നുള്ളതാണ് പറയപ്പെടേണ്ടതായിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാം റാറ്റ് ഹോൾ മൈനിങ്സിന്റെ ഒരു പിക്ചർ ഉണ്ട്. ദെൻ ഈ പറഞ്ഞ പോലെ കുട്ടി ഈ പറഞ്ഞ പോലെ വർക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട്. ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ചൈൽഡ് ലേബർ കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പരിഗണിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഇതിനെ ബാൻ ചെയ്തു, ഈ റാറ്റ് ഹോൾ മൈനിങ്ങിനെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇനി അടുത്തതും കോളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ രണ്ട് ആർട്ടിക്കിൾസ് നമ്മൾ ചേർത്ത് പഠിക്കാം. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഈ ആർട്ടിക്കിളിന്റെ ലാസ്റ്റ് നമുക്ക് ടൈപ്സ് ഓഫ് കോളും ഡിസ്കസ് ചെയ്യാം. ക്ലൗഡ് ഓഫ് ഡിസ്കണ്ടന്റ് ഹാങ്സ് ഓവർ കോൾ പ്രൊജക്ട് ഇൻ ബിർഹം എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിലെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കേണ്ടത്. സോ ഈ ഒരു ആർട്ടിക്കിൾ ഡീൽ ചെയ്യുന്നത് നമ്മുടെ വെസ്റ്റ് ബംഗാളിലുള്ള ഒരു കോൾ ബ്ലോക്കിനെ കുറിച്ചിട്ടാണ്. ദിയുച്ച പഞ്ചാമി കോൾ ബ്ലോക്ക് ആണ്, വെസ്റ്റ് ബംഗാളിലാണ്. ഈ ഒരു കോൾ ബ്ലോക്കിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ ലാർജസ്റ്റ് കോൾ മൈൻ ഓർ കോൾ ബ്ലോക്ക് ഇൻ ഏഷ്യ. ഏഷ്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള കോൾ മൈൻ അല്ലെങ്കിൽ കോൾ ബ്ലോക്ക് ആണ്. എന്നാൽ ലോകത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് കോൾ മൈൻ ഇൻ ദ വേൾഡും കൂടിയാണെന്നുള്ളൊരു കാര്യം ഓർത്തു വെച്ചേക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ റീസെന്റ് ഈ ഒരു ബിർഹം കോൾ ഫീൽഡ് ഏരിയയിൽ കോൾ എക്സ്ട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ജനങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ട്. കാരണം ബിക്കോസ് നമുക്കറിയാം ഇതിന് ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇതിന്റെ മൈനിങ് കാര്യങ്ങളും വരുമ്പോഴേക്കും
വലിയ രീതിയിലുള്ള ഈ പറഞ്ഞ പോലെ എൻവയോൺമെന്റ് പൊല്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈവൻ ഇപ്പോൾ അവിടെ ചെറിയ രീതിയിൽ മൈനിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് സിലിക്കോസിസ് പോലെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതായിട്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ എനിവേ ഈ പറഞ്ഞ പോലെ ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള മൈനിങ് ഒരുപാട് വലിയ രീതിയിൽ നടത്തുമ്പോഴേക്കും അവിടെ ഈ പറഞ്ഞ പോലെ പൊല്യൂഷൻ വലിയൊരു പ്രശ്നമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. സോ എനിവേ നമ്മൾ ഇതിനകത്ത് പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് നമുക്ക് എക്സാമിന് വ്യൂ പോയിന്റിൽ ഒന്ന് ഈ പറഞ്ഞ പോലെ ലാർജസ്റ്റ് കോൾ മൈൻ ഓർ കോൾ ബ്ലോക്ക് ഇൻ ഏഷ്യയാണ് ദിയോച്ച പഞ്ചാമി കോൾ ബ്ലോക്ക്. ലോകത്തിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് കോൾ മൈൻ എന്നുള്ള കാര്യം മനസ്സിലേക്ക് വെച്ചേക്കാം. ഇനി നമ്മൾ ആ കോളിന്റെ ടൈപ്സ് ഒന്ന് മനസ്സിലാക്കണം. കോളിനെ പ്രധാനമായിട്ട് നമുക്ക് 4 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം ബേസ്ഡ് ഓൺ ദർ കാർബൺ കണ്ടന്റ്. കാർബൺ കണ്ടന്റിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇൻക്രീസിംഗ് ഓർഡറിൽ നോക്കുവാണെങ്കിൽ പീറ്റ് പിന്നെ അത് കഴിഞ്ഞ് കാർബണിന്റെ കുറച്ച് കണ്ടന്റ് കൂടുമ്പോൾ ലിഗ്നൈറ്റ്, പിന്നെ ബിറ്റുമിനസ്, ഏറ്റവും ഹാർഡ് കോൾ ആയിട്ട് വിളിക്കപ്പെടുന്ന ആന്ത്രസൈറ്റിനെയാണ്. സോ ആ ഒരു ടൈപ്പ്, ഈ 4 ടൈപ്സ് ഓഫ് കോളും ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് കാണുന്നത് എന്നുള്ള കാര്യം നമുക്ക് പഠിക്കണം. കാരണം പ്രിലിംസിന് ഇത് വളരെയധികം ആവശ്യമായിട്ട് മാറിയേക്കാം. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആന്ത്രസൈറ്റ് കോൾ ആണ്. ഹയസ്റ്റ് റാങ്ക് ഓഫ് കോൾ ആണ്. ഏറ്റവും കൂടുതൽ കാർബൺ കണ്ടന്റ് ഉള്ളതാണ്. ഹയസ്റ്റ് കാർബൺ കണ്ടന്റ് ആൻഡ് എനർജി വാല്യൂ ഉള്ള കോളാണ് ആന്ത്രസൈറ്റ് കോള്. ഹാർഡ് ആൻഡ് ലെസ്ട്രസ് ആണ്. വിത്ത് ഹൈ ഡെൻസിറ്റി ആൻഡ് ലോ മോയ്സ്ചർ കണ്ടന്റ് ഉള്ള കോള് കൂടിയാണ് ആന്ത്രസൈറ്റ്. ഈ പോയിന്റുകളൊക്കെ തന്നെ പ്രിലിംസ് നമുക്ക് ആവശ്യമായിട്ട് മാറിയാൽ കേട്ടോ. പ്രൊഡ്യൂസസ് ഇന്റൻസ് ഹീറ്റ് ആൻഡ് ബേൺസ് വിത്ത് ക്ലീൻ ബ്ലൂ ഫ്ലെയിം. ക്ലീൻ ബ്ലൂ ഫ്ലെയിം ആയിട്ട് ബേൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്റൻസ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോൾ ഏതാണ്? ആന്ത്രസൈറ്റ് കോളാണ്. ആൻഡ് യൂസ്ഡ് പ്രൈമർലി ഫോർ ഹീറ്റിംഗ് ആൻഡ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രോസസ് വെയർ ഹൈ ടെമ്പറേച്ചർ റിക്വയർഡ്. അപ്പം ഏതൊക്കെ മേഖലയിലാണ് നമ്മൾ ആന്ത്രസൈറ്റ് കോൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹൈ ടെമ്പറേച്ചേഴ്സ് റിക്വയർഡ് ആയിട്ടുള്ള മേഖലകളിലാണ് നമ്മൾ ആന്ത്രസൈറ്റ് കോൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ അതിന് താഴേക്ക് കാർബൺ കണ്ടന്റ് വരുമ്പോഴേക്കും ബിറ്റുമിനസ് കോൾ ആയിട്ട് മാറും. സെക്കൻഡ് ഹയസ്റ്റ് റാങ്ക് ഓഫ് കോൾ ആണ് വിത്ത് റിലേറ്റീവ്ലി ഹൈ കാർബൺ കണ്ടന്റ്. സോഫ്റ്റർ ദാൻ ആന്ത്രസൈറ്റ് ആണ്. ആന്ത്രസൈറ്റിനേക്കാൾ കുറച്ചുകൂടെ സോഫ്റ്റർ ആണ്. ഇത് ഹാർഡ് ആൻഡ് ലെസ്റ്ററസ് ആണ്. ഹാർഡ് ആയിട്ടുള്ളതാണ് ആന്ത്രസൈറ്റ്. അതിനേക്കാൾ കുറച്ചുകൂടെ സോഫ്റ്റർ ആണ് ബിറ്റുമിനസ് കോള്. ബ്ലാക്ക് ഓർ ഡാർക്ക് ബ്രൗൺ അപ്പിയറൻസ് ആണ് ബേസിക്കലി ഉള്ളത്. മോഡറേറ്റ് എനർജി വാല്യൂ ആണുള്ളത്. മോസ്റ്റ് അബണ്ടൻലി ടൈപ്പ് ഓഫ് കോൾ വേൾഡ് വൈഡ്. മോസ്റ്റ് അബണ്ടന്റ് ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് കോൾ വേൾഡ് വൈഡ് ഉപയോഗിക്കുന്നതാണ് ബിറ്റുമിനസ് കോൾ. ഓക്കെ, ഇനി മൂന്നാമത്തെ ടൈപ്പാണ് ലിഗ്നൈറ്റ് കോൾ. ലോവസ്റ്റ് റാങ്ക് ഓഫ് കോൾ ആണ് വിത്ത് ദ ലോവസ്റ്റ് കാർബൺ കണ്ടന്റ്. സോഫ്റ്റ് ആൻഡ് ബ്രൗൺ ഇൻ കളർ, ഓഫൻ റിഫേർഡ് ആസ് ബ്രൗൺ കോൾ. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്ന ലിഗ്നൈറ്റ് കോൾ ആണ്. ലോ എനർജി വാല്യൂ ആണ്. യൂസ്ഡ് മെയിൻലി ഫോർ ഇലക്ട്രിസിറ്റി ജനറേഷൻ ആസ് എ ഫ്യൂൽ. ഓക്കെ, ഫ്യൂവൽ ഇലക്ട്രിസിറ്റി ജനറേഷൻ ഫ്യൂൽ ആയിട്ട് ഉപയോഗിക്കുന്ന തരം കോളുകളാണ് കൂടുതലായിട്ടും ലിഗ്നൈറ്റ് കോൾ. ഇനി ഏറ്റവും അവസാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ പീറ്റ്. ബേസിക്കലി ഈ പറഞ്ഞ ഏർലിയർ സ്റ്റേജ് ഓഫ് ഫോർമേഷൻ ഓഫ് കോൾ ആണ്. ഇതിനെ ടെക്നിക്കലി കോൾ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. ഇതിന്റെ ഏർലിയർ സ്റ്റേജിലേക്കുള്ളതാണ് പീറ്റ് എന്നുള്ള കാര്യം ഓർക്കുക. ലോ എനർജി വാല്യൂ ആണുള്ളത്. യൂസ്ഡ് ആസ് എ ഫ്യൂൽ ഇൻ സം റീജൻസ് ഫോർ ഹീറ്റിംഗ് ആൻഡ് കുക്കിംഗ്. ചില മേഖലകളിൽ ഫോർ ഹീറ്റിംഗ് ആൻഡ് കുക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഈ ഒരു പീറ്റ് കോള് പ്രധാനമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ബട്ട് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടൊക്കെ പ്രധാനമായിട്ട് ഉപയോഗിച്ചു കൊടുക്കുന്ന നമ്മൾ ലിഗ്നൈറ്റ് കോള് തൊട്ടിട്ടാണെന്നുള്ള കാര്യം മനസ്സിലേക്ക് വെച്ചേക്കാം. ഓക്കെ, ഇനി ഇവിടെ ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ലൊക്കേഷൻസ് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഈ ഒരു കോള് കാണുന്ന ആന്ത്രസൈറ്റ് കോൾ ആണെങ്കിൽ പ്രധാനമായിട്ടും ഇന്ത്യയിലെ ജമ്മു ആൻഡ് കാശ്മീർ മേഖലകളിലാണ് ഇതിന്റെ ഡിപ്പോസിറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. ദെൻ ബിറ്റുമിനസ് കോൾ ആണെങ്കിൽ ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ മേഖലകളിൽ, പിന്നെ നോട്ടബിൾ ആണ്. പിന്നെ ഇത് കൂടാണ്ട് ഈ പറഞ്ഞ പോലെ തെലങ്കാന, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് മേഖലകളിലും ഇതിന്റെ ഡിപ്പോസിഷൻ കണ്ടുവന്നിട്ടുണ്ട്. ദെൻ ലിഗ്നൈറ്റ് കോൾ എന്ന് പറയുമ്പോൾ തമിഴ്നാട്, ഗുജറാത്ത്, രാജസ്ഥാൻ, ജമ്മു ആൻഡ് കാശ്മീർ പ്രദേശങ്ങളിലാണ് ലിഗ്നൈറ്റ് കോള് പ്രധാനമായിട്ടും കണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ലൊക്കേഷൻ ഒന്ന് കൃത്യമായിട്ടൊന്ന് പ്രിലിംസിന്റെ ബേസിക്കിൽ ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അതൊക്കെ പ്രിലിംസിന് നമുക്ക് കൃത്യമായിട്ടും ആവശ്യമായിട്ട് മാറിയേക്കാം. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ഇതൊരു ഇതിനകത്ത് ബേസിക്കലി സയൻസ് ബേസ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് എക്സാമിന് വ്യൂ പോയിന്റിൽ ഇതിനകത്ത് ഈ ഫസ്റ്റ് പാരഗ്രാഫ് മാത്രം മതി. ഇതിനകത്തെ പോയിന്റ് ആണ് നമുക്ക് പ്രിലിംസിന് ആവശ്യമുള്ളത്. കാരണം ഇത് ഡീൽ ചെയ്യുന്ന ബേസിക്കലി ഒരു വോമിനെ കുറിച്ചിട്ടാണ്. നോൺ ആസ് കാസിനോ ഹാബിലിറ്റീസ് എലഗൻസ് അഥവാ സി എലഗൻസ് വോംസിനെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത്. ഇതൊരു ഡിസീസ് കോസിംഗ് സ്ട്രെയിൻ ഓഫ് ബാക്ടീരിയ ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി നിങ്ങൾക്ക് ഫസ്റ്റ് പാരഗ്രാഫിൽ കാണാനായിട്ട് സാധിക്കും. ഇറ്റ് വാസ് എ ഫസ്റ്റ് മൾട്ടി സെല്ലുലർ ഓർഗാനിസം ടു ഹാവ് ഇറ്റ്സ് ഫുൾ ജീനോം സീക്വൻസ്ഡ് ആൻഡ് ന്യൂട്രൽ വയറിംഗ് മാപ്പ് എന്നുള്ളതാണ് ഈ സി എലഗൻസ് വേംസിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് പറയപ്പെടുന്നത്. സോ ഈ സി എലഗൻസ് വേമിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് നമുക്ക് വിശേഷിപ്പിക്കപ്പെടുന്ന ഏതാണ്? ഇതിന്റെ ഈ പറഞ്ഞ പോലെ ആ പോയിന്റ് ഒന്ന് ഓർത്തിരിക്കാം. ഇറ്റ് വാസ് ഈ ഒരു ഫസ്റ്റ് ലൈനിൽ, ഈ തേർഡ് ലൈനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. Okay. ഈ തേർഡ് ലൈനിൽ ഇറ്റ് വാസ് എ ഫസ്റ്റ് മൾട്ടി സെല്ലുലർ ഓർഗാനിസം ടു ഹാവ് ഇറ്റ്സ് ഫുൾ ജീനോം സീക്വൻസ് ആൻഡ് ന്യൂട്രൽ വയറിംഗ് മാപ്പ്. സി എലഗൻസ് അതാണ് ആ പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് എന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ സി എലഗൻസ് ഗ്രോസ് വിത്തിൻ 3 to 5 days ഫ്രം എ ഫെർട്ടിലൈസ്ഡ് എഗ്. ഒരു ഫെർട്ടിലൈസ്ഡ് എഗിൽ നിന്നും ഒരു ഈ പറഞ്ഞ പോലെ ടു എ മില്ലിമീറ്റർ ലോങ് അഡൽട്ട് ആയിട്ട് മാറാനായിട്ട് 3 മുതൽ 5 ദിവസമാണ് ഈ സി എലഗൻസ് വേമിന് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, ആ ഒരു ഇറ്റ് ഈസ് പ്രൊഫൗണ്ട് ഇൻസൈറ്റ്സ് ഇൻ ടു ദ ഹ്യൂമൻ ബോഡി ആസ് വെൽ ആസ് ബയോളജി മോർ ബ്രോഡ്ലി. ഏറ്റവും പ്രധാനമായിട്ട് ഫസ്റ്റ് മൾട്ടി സെല്ലുലർ ഓർഗാനിസം ടു ഹാവ് ദ ഫുൾ ജീനോം സീക്വൻസ്ഡ് ആണ് ഈ സി എലഗൻസ് എന്നുള്ള ഒരു പോയിന്റ് എക്സാം വ്യൂ പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലേക്ക് വെച്ചേക്കും. ഓക്കെ, ഇത്രയും ടോപ്പിക്കാണ് നമുക്ക് ഇന്ന് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇലക്ഷന്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന കാരണം പത്രം എടുത്ത് നോക്കുമ്പോഴേക്കും ഏറെക്കുറെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണുള്ളത്. പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എക്സാമിന്
ആവശ്യമില്ല. നമുക്ക് എക്സാമിന് വേണ്ടുന്ന ടോപ്പിക്കുകൾ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് എപ്പോഴും നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് ആ ഒരു പ്രാക്ടീസ് MCQ സെഷനിലേക്ക് പോകാം. നമ്മൾ കോളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് ലൈക്ലി ഇമ്പാക്ട് ഓഫ് കണ്ടിന്യൂഡ് ബേണിംഗ് ഓഫ് കോൾ ഓൺ എൻവയോൺമെന്റ്? ഓപ്ഷൻ എ, ഇൻക്രീസ് ലെവൽ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ലീഡിംഗ് ടു ക്ലൈമറ്റ് ചേഞ്ച്. Option B, increase level of sulfur dioxide and nitrogen oxides in the atmosphere leading to acid rain. And C option, increase levels of mercury in the atmosphere leading to mercury poisoning. And D, all of the above. അതായത് മൂന്നും കറക്റ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആൻസർ ഡി ഓൾ ഓഫ് ദ അബവ് മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഏതാണോ കൃത്യമായിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ആൻസർ ആയിട്ട് രേഖപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്